ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും അഭിമാനകരമായ അവാർഡുകളിലൊന്നായ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ശ്രീ മോഹൻലാൽ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. 2023 പുരസ്കാരമാണ് മോഹൻലാലിന് ലഭിച്ചത്. സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. ഇന്ത്യൻ സിനിമയുടെ പിതാവായി വിശേഷിക്കപ്പെടുന്ന ദാദാ സാഹേബ് ഫാൽക്കെയുടെ 100ാം ജന്മവാർഷികമായ 1969 മുതലാണ് ഈ പുരസ്കാരം കേന്ദ്ര സർക്കാർ നൽകി തുടങ്ങിയത്. മോഹൻലാലിന് പുറമെ മറ്റ് ചില ദക്ഷിണേന്ത്യൻ താരങ്ങൾക്കും ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. നോക്കാം നമുക്ക് ഈ വീഡിയോയിലൂടെ. നമ്പർ 1, BN റെഡ്ഡി. തെലുങ്ക് സിനിമാ മേഖലയിലെ സംവിധായകനും നിർമ്മാതാവും തിരക്കഥാകൃത്തുമായിരുന്നു BN റെഡ്ഡി. സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് 1974 ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. 1974 പത്മഭൂഷൺ പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. ബംഗാരു പാപ, ഭാഗ്യരേഖ, രംഗുലരത്നം എന്നീ ചിത്രങ്ങൾക്ക് റെഡ്ഡിക്ക് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ ലഭിച്ചു. ഫിലിം ഫെയർ അവാർഡും അദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. നമ്പർ 2, LV പ്രസാദ്. ചലച്ചിത്ര സംവിധായകൻ, നിർമ്മാതാവ്, നടൻ, ബിസിനസ്സുകാരൻ എന്നീ നിലയിൽ പ്രശസ്തനായിരുന്നു NV പ്രസാദ്. തെലുങ്ക്, തമിഴ്, ഹിന്ദി സിനിമകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 1982 ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. മങ്കയ്യർ തിലകം, ദാര്യ ഭരതലു എന്നീ ചിത്രങ്ങൾക്ക് ദേശീയ ചലച്ചിത്ര അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഗിലോന 1970 എന്ന ഹോളിവുഡ് ചിത്രത്തിന് ഫിലിം ഫെയർ അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു. അടുത്തത് B. നാഗിറെഡ്ഡി ഒരു തെലുങ്ക് ചലച്ചിത്ര നിർമ്മാതാവായിരുന്നു. ഹിന്ദിയിലും അദ്ദേഹം പ്രവർത്തിച്ചു. 1986 ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. കന്നഡ ചിത്രമായ മധുവെ മടിനോടുവിന് ദേശീയ ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. മായ ബസാർ, ഗുണ്ടമ്മ കഥ എന്നീ തെലുങ്ക് ചിത്രങ്ങൾക്ക് ഫിലിം ഫെയർ അവാർഡുകളും അദ്ദേഹത്തിന് ലഭിച്ചു. അടുത്തത് അക്കിനേനി നാഗേശ്വര റാവു തെലുങ്ക് സിനിമയിലെ നടനും ചലച്ചിത്ര നിർമ്മാതാവുമായിരുന്നു. 1990 ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. 1968 പത്മശ്രീ, 1988 പത്മഭൂഷൺ, 2011 പത്മവിഭൂഷൺ എന്നിവയും അദ്ദേഹത്തിന് ലഭിച്ചു. സുണ്ടി ഗുണ്ടലു, മരപുരാണി മനീഷി, ആത്മബന്ധുവുലു, മാൻ സീതാരാമയ്യലു എന്നീ ചിത്രങ്ങൾക്ക് റാവുവിന് ഫിലിം ഫെയർ അവാർഡുകൾ ലഭിച്ചു. 1988 അദ്ദേഹത്തിന് ഫിലിം ഫെയർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡും ലഭിച്ചു. അടുത്തതായി രാജ്കുമാർ. കന്നഡ സിനിമയിലെ പ്രമുഖ നടനും ഗായകനുമായിരുന്നു രാജ്കുമാർ. 1995 ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. 1983 പത്മഭൂഷണും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. സത്യ ഹരിശ്ചന്ദ്ര, മയൂര, ഭക്ത് പ്രഹ്ലാദ് തുടങ്ങിയ ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. അടുത്തത് ശിവാജി ഗണേശൻ. തമിഴ് സിനിമാ നടനും ചലച്ചിത്ര നിർമ്മാതാവുമായിരുന്നു ശിവാജി ഗണേശൻ. സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് 1996 ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. 1966 പത്മശ്രീയും 1984 പത്മഭൂഷണും ലഭിച്ചു. തൻ്റെ കരിയറിൽ 288 സിനിമകളിൽ ശിവാജി ഗണേശൻ അഭിനയിച്ചിട്ടുണ്ട്. തമിഴിന് പുറമെ തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി ഭാഷകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അടുത്തത് അടൂർ ഗോപാലകൃഷ്ണൻ. മലയാള ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തും നിർമ്മാതാവുമാണ് അടൂർ ഗോപാലകൃഷ്ണൻ. സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് 2004 ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. 17 തവണ ദേശീയ ചലച്ചിത്ര അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അടുത്തതായി D. രാമനായിഡു. തെലുങ്ക് സിനിമയിലെ ഒരു ചലച്ചിത്ര സംവിധായകനായിരുന്നു D. രാമനായിഡു. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് 2009 അദ്ദേഹത്തിന് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിക്കുന്നത്. ദേശീയ ചലച്ചിത്ര അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അടുത്തതായി K. ബാലചന്ദർ. തമിഴ് സിനിമാ മേഖലയിലെ പ്രമുഖനായ സംവിധായകനും നിർമ്മാതാവും തിരക്കഥാകൃത്തുമായിരുന്നു K. ബാലചന്ദർ. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് 2010 ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. 1987 അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചു. 8 ദേശീയ ചലച്ചിത്ര അവാർഡുകൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. ഏക് ദുജെ ഖേലിയെ എന്ന ചിത്രത്തിന് ഫിലിം ഫെയർ അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു. അടുത്തതായി K. വിശ്വനാഥ്. തെലുങ്ക് സിനിമയിലെ സംവിധായകൻ, തിരക്കഥാകൃത്ത്, നടൻ, ഗാനരചയിതാവ് എന്നീ മേഖലകളിലും K. വിശ്വനാഥ് പ്രവർത്തിച്ചിരുന്നു. 2016 ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. 1992 അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചു. ശങ്കരാഭരണം എന്ന ചിത്രത്തിന് ദേശീയ ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. അടുത്തതായി രജനികാന്ത്.
2019 തമിഴ് സൂപ്പർ താരം രജനികാന്തിന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിക്കുന്നത്. ഹിന്ദി, തെലുങ്ക്, കന്നഡ, ബംഗാളി, മലയാളം സിനിമകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 2016 പത്മവിഭൂഷണം നൽകി ഇന്ത്യ സർക്കാർ അദ്ദേഹത്തെ ആദരിച്ചു. 7 ദേശീയ ചലച്ചിത്ര അവാർഡുകളും ഒരു ഫിലിം ഫെയർ അവാർഡും അദ്ദേഹത്തിന് സ്വന്തമാണ്. മറ്റൊരു ടോപ്പിക്കുമായി കാണുന്നതുവരെ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ വിനീഷ്. താങ്ക്സ് ഫോർ വാച്ചിങ്.